ദിവസങ്ങളായി മധ്യപൂർവേഷ്യ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ മേഖലയാകെ ഒരു മഹായുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. 2026 ഫെബ്രുവരി 28-ന് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖൊമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ മേഖലയിലാകെ സംഘർഷം പടരുകയാണ്. ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട്, അതായത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന സഖ്യത്തിലെ പ്രധാനികളായ യമനിലെ ഹൂതികളും പലസ്തീനിലെ ഹമാസും ഇറാനെ പിന്തുണച്ച് രംഗത്തുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അവർ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ ഒരു പൂർണ്ണ രൂപത്തിലുള്ള യുദ്ധത്തിലേക്ക് ഇതുവരെ എടുത്തു ചാടാത്തത് എന്നത് ആഗോള രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലെ പ്രധാന ചർച്ചാ വിഷയമാണ്. സനായുടെ തെരുവുകളിൽ പതിനായിരക്കണക്കിന് ഹൂതി അനുയായികൾ തോക്കുകളും ഖഡ്ഗങ്ങളുമായി അമേരിക്ക വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുമ്പോഴും അവരുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂതി ഞങ്ങളുടെ വിരലുകൾ തോക്കിൻ്റെ ട്രിഗറിലാണ് എന്ന് മുന്നറിയിപ്പ് നൽകുമ്പോഴും എന്തോ ഒന്ന് അവരെ വലിയൊരു സൈനിക നീക്കത്തിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നുണ്ട്. ആഗോള വിതരണ ശൃംഖലയെയും ഊർജ്ജ വിപണിയെയും ബാധിക്കുന്ന ഈ തന്ത്രപരമായ നിശബ്ദതയ്ക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ സൈനിക കണക്കുകൂട്ടലുകളുണ്ട്. ഹൂതികളും ഹമാസും നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമേരിക്കയിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ഉണ്ടാകാനിടയുള്ള അതിശക്തമായ തിരിച്ചടിയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരു വലിയ ആക്രമണത്തിന് മുതിർന്നാൽ അത് സ്വന്തം നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് ഇരു വിഭാഗവും തിരിച്ചറിയുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ വ്യോമാക്രമണങ്ങൾ ഹൂതികളുടെ സൈനിക താവളങ്ങൾക്കും നേതൃത്വത്തിനും വലിയ ആഘാതമേൽപ്പിച്ചിട്ടുണ്ട്. യമനിലെ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ഭരണകൂടം തന്നെ തകരാനോ ഇടയാക്കുന്ന ഒരു സാഹസത്തിന് ഹൂതികൾ തയ്യാറല്ല എന്നതാണ് കാര്യം. അതുപോലെ തന്നെ ദശകങ്ങളായി യുദ്ധം തകർത്ത യമനിലെ ജനതയ്ക്ക് ഇനിയൊരു മഹായുദ്ധം കൂടി താങ്ങാനുള്ള ശേഷിയില്ല. സനായിലെ സാധാരണക്കാർക്കിടയിൽ നടത്തിയ അന്വേഷണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വസ്ത്രം, ഭക്ഷണം, മരുന്ന് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാനാകാതെ ജനങ്ങൾ വലയുകയാണെന്നാണ്. ഈ ജനകീയ വികാരം ഹൂതി നേതൃത്വത്തെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കുന്നു. യമനിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളും ഹൂതികളുടെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണ്. 2022 മുതൽ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേനയുമായി നിലനിൽക്കുന്ന ദുർബലമായ വെടിനിർത്തൽ കരാർ ഹൂതികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഇറാന് വേണ്ടി ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുന്നത് സൗദി അറേബ്യയുമായുള്ള ബന്ധം വീണ്ടും വഷളാക്കാൻ കാരണമാകും. ഭാവിയിൽ യമന്റെ സാമ്പത്തിക പുനർനിർമ്മാണത്തിന് ഗൾഫ് രാജ്യങ്ങളുടെ സഹായം അത്യാവശ്യമാണെന്ന് ഹൂതികൾക്കറിയാം. ചെങ്കടലിലെ എണ്ണക്കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം വർദ്ധിപ്പിക്കുന്നത് ആഗോള ഊർജ്ജ വിപണിയെ തകിടം മറിക്കും എന്നതിനപ്പുറം അത് സൗദി അറേബ്യയിലെ യാൻബു എണ്ണ ടെർമിനലിനെ ബാധിച്ചാൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകും. പ്രതിദിനം 7 ദശലക്ഷം ബാരൽ എണ്ണ കൈമാറ്റം ചെയ്യുന്ന ഈ കേന്ദ്രത്തിന് നേരെയുള്ള ഏതൊരു നീക്കവും ലോകരാഷ്ട്രങ്ങളെ ഹൂതികൾക്കെതിരെ തിരിക്കും. അതുകൊണ്ട് തന്നെ തന്ത്രപരമായ ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിൽ മാത്രം ചെങ്കടലിലെ നീക്കങ്ങളെ പരിമിതപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. മറുഭാഗത്ത് ഹമാസിന്റെ സാഹചര്യം ഇതിലും സങ്കീർണമാണ്. ഇറാനിൽ നിന്ന് സാമ്പത്തികവും സൈനികവുമായ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിലും ഗാസയിലെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് ഹമാസ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ നിലവിൽ വന്ന വെടിനിർത്തലിന് ശേഷം ഗാസയിൽ 649 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രയേലും ഹമാസും പരസ്പരം ലംഘനങ്ങൾ ആരോപിക്കുമ്പോഴും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് മടങ്ങുന്നത് ഗാസയിലെ ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ കൂടി ഇല്ലാതാക്കുമെന്ന് ഹമാസ് ഭയപ്പെടുന്നു. ഇറാനെ പ്രതിരോധിക്കാൻ പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും ഗൾഫ് രാജ്യങ്ങളിലേക്ക് യുദ്ധം പടരുന്നത് ഒഴിവാക്കണമെന്ന് ഹമാസ് ഇറാനോട് അഭ്യർത്ഥിച്ചത് ശ്രദ്ധേയമാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്, ഒമാൻ, സൗദി അറേബ്യ, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിലുണ്ടായ ആക്രമണങ്ങളിൽ 18 പേർ കൊല്ലപ്പെട്ടത് മേഖലയിലാകെ വലിയ ഭീതി പരത്തിയിട്ടുണ്ട്. ഇത്തരം ആക്രമണങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് ഹമാസ് തിരിച്ചറിയുന്നു. അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇറാന്റെ ആക്രമണങ്ങൾ പലപ്പോഴും സാധാരണക്കാരെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഇത് അറബ് ലോകത്ത് ഇറാൻ വിരുദ്ധ വികാരം ശക്തിപ്പെടാൻ കാരണമായിട്ടുണ്ട്. ഹമാസും ഹൂതികളും ഇറാൻ പക്ഷത്താണെങ്കിലും തങ്ങൾ വെറും ഇറാൻ ഏജന്റുകളല്ലെന്നും പ്രാദേശിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സംഘടനകളാണെന്നും ലോകത്തിന് മുന്നിൽ കാണിക്കേണ്ടതുണ്ട്. ഇതിനാലാണ് ഇറാൻ നേരിട്ടുള്ള യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുമ്പോഴും ഇവർ തന്ത്രപരമായ മൗനം പാലിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുന്നത് വഴി മാത്രമേ തങ്ങൾക്ക് ദീർഘകാലം നിലനിൽപ്പുള്ളൂ എന്ന് ഹമാസ് കരുതുന്നു. ഇറാൻ മുൻ നേതാവ് ഖൊമേനിയുടെ വധത്തെ അപലപിക്കുമ്പോഴും സ്വന്തം മണ്ണിലെ പോരാട്ടത്തിനാണ് മുൻഗണനയെന്ന നിലപാടിലാണ് ഹമാസ് നേതൃത്വം. ചുരുക്കത്തിൽ ഹൂതികളും ഹമാസും ഇറാൻ പക്ഷത്തു നിൽക്കുന്നത് ആശയപരമായ ഐക്യദാർഢ്യം കൊണ്ടാണ്, അല്ലാതെ തങ്ങളുടെ നാശത്തിന് കാരണമായേക്കാവുന്ന ഒരു ആത്മഹത്യാപരമായ നീക്കത്തിന് വേണ്ടിയല്ല. പശ്ചിമേഷ്യയിലെ ഓരോ ചുവടുവയ്പും ഇവർ നടത്തുന്നത് സ്വന്തം അധികാരവും ജനപിന്തുണയും സംരക്ഷിക്കാനാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈനിക കരുത്തിനോട് നേരിട്ട് ഏറ്റുമുട്ടുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിയല്ലെന്ന് ഇവർ തിരിച്ചറിയുന്നു. വരും ദിവസങ്ങളിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായാൽ പോലും ഹൂതികളും ഹമാസും ഒരു പരിധിയിൽ കൂടുതൽ ഈ യുദ്ധത്തിലേക്ക് എടുത്തു ചാടുമെന്ന് കരുതാനാവില്ല. മേഖലയിലെ സമാധാന ശ്രമങ്ങളും ആഭ്യന്തര താൽപ്പര്യങ്ങളും ഈ നിഴൽ യുദ്ധത്തെ, അതായത് ഈ പ്രോക്സി വാറിനെ പരിമിതപ്പെടുത്തുന്ന ഘടകങ്ങളായി അങ്ങനെ തുടരും.
ഈ തന്ത്രപരമായ മാറ്റം പശ്ചിമേഷ്യയിലെ യുദ്ധഭൂപടത്തെ എങ്ങനെ മാറ്റിവരയ്ക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.